ഒന്ന് നിന്നെ. എത്ര നാളായി നിൻ്റെ പുറകെ നടക്കുന്നു. നിനക്ക് എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എന്താ? ഇത് ഇഷ്ടമാണെന്ന് പറയേ. എന്തിനെത്ര മടി? എത്ര ആയാലും നിന്നെ ഞാൻ വിടത്തില്ല. നിനക്ക് പറഞ്ഞല്ലാതെ വേറെ വഴിയുമില്ല. പറഞ്ഞ മനസ്സിലായ? എന്നെ എന്നായാലും നീ ഇഷ്ടപ്പെട്ടേ പറ്റൂ. തൽക്കാലം പോക്കോ. അയ്യോ, ഇതാര് നിൽക്കുന്നത്? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും നീ പേടിച്ച് പറയും. വല്ലാത്തൊരു ജന്മം തന്നെ ഇത്. മിണ്ടാട്ടം മുട്ടിയോ? നിന്നെ കൊണ്ട് ഈ വീട്ടുകാർക്ക് എന്ത് ഗുണമുള്ളത്? എന്ത് ചെയ്യാം? എല്ലാം ഞാൻ സഹിക്കുക, അത്ര തന്നെ. നിനക്ക് കണ്ണ് കാണാൻ വയ്യേ? ഒന്നുകൂടെ ചോദിക്കും, നിനക്ക് കണ്ണ് കാണാൻ വയ്യേ? ഇത് നശിപ്പിച്ചേ അടങ്ങുള്ളൂ ഇതൊക്കെ. മരിക്കാനോ? പേടിക്കുന്നവനെ ഈ ലോകം പിന്നെയും പേടിപ്പിക്കും. മതി മീര, നിന്റെ കണ്ണുനീരിന് ഉപ്പുണ്ടായി. പക്ഷെ അതിലാരും തോൽപ്പിക്കാനുള്ള ശക്തിയില്ല. നീ തോറ്റു കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ജയിക്കുന്നത്. നിനക്ക് മടുത്തില്ലേ മീര? നീ എത്ര നാൾ ഇതൊക്കെ കേട്ട് ജീവിക്കുന്നേ? അവരെന്റെ സ്വന്തക്കാരല്ലേ മായ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ മാനസികമായി കൊല്ലുന്നവരാണോ നിന്റെ സ്വന്തക്കാര്? നീ ഒന്ന് പ്രതികരിച്ച് നോക്കു മീര. അപ്പോ കാണാം ഈ സിംഹങ്ങളൊക്കെ വെറും ഏരിയകളാണെന്ന്. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. നിനക്ക് ധൈര്യം ഇല്ലായിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. ഇനി അവരോട് സംസാരിക്കാൻ പോകുന്നത് നീയല്ല, ഞാനാണ്. ഒന്ന് നിന്നെ. വഴിന്ന് മാറിയേക്ക്. ഓ, നീ സംസാരിക്കാനും തുടങ്ങിയ? സംസാരിക്കാൻ മാത്രമല്ല, നിന്നെ പോലുള്ളവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ജനിച്ചു പോയപ്പോഴേ ഇങ്ങനെയാ, ഒരു ശപിക്കപ്പെട്ട ജന്മം. ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറയാൻ നിങ്ങളാരാണ്? ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എന്നെ നിങ്ങളാണ്. നീ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങളോട്. നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം. ഇത്രയും നാളെ ഞാൻ മിണ്ടാതിരുന്നത് കഴിവുകൊണ്ടല്ല. നിങ്ങളിലൊക്കെ കുറച്ച് മനുഷ്യന്റെ ഭാഗ്യമുണ്ടെന്ന് പറയുന്നത് കൃത്യമായി കേട്ടോ. തരുന്നവർക്ക് കൊടുക്കേണ്ടതൊന്നാണ്. വൈകിയാണ് പഠിച്ചത്. ഓർത്തോ, ഇത്രയും നാൾ കണ്ട മീരല്ല ഇനി നിങ്ങൾ കാണാൻ പോണത്. കണ്ടോ? മറുപടി ഇല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ മീര, ഇതാണ് നീ. ഇനിയിപ്പം ഞാൻ പുറത്തല്ല, നിന്റെ ഉള്ളിലാണ്.